അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞല്ലോ, അത് തിരുത്തി അല്ല, ഞാൻ തിരുത്തി പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ വാചകം ഒന്നും കൂടി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, കേട്ടിട്ടില്ല ഇതുവരെ. അല്ലല്ല, എന്താ പറഞ്ഞത്? UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ, പ്രഖ്യാപിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം. അല്ല, ഞങ്ങള് UDF യോഗം വൈകുന്നേരം ചേരുമല്ലേ, ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാ ഇത്? അതെന്ന് എനിക്കറിയാം. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ നേതാവല്ലേ. എപ്പോ പത്രസമ്മേളനം നടത്തും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ നിങ്ങളായിട്ട് ഭയങ്കര സ്നേഹമല്ലേ. ചിലപ്പോൾ ഞാൻ നിങ്ങൾ വരുമ്പോൾ സോറി എന്ന് പറയാതെ പോയില്ലേ, ഇല്ലേ? ചിലപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ അവരുടെ തീരുമാനമല്ല. അതിനൊക്കെ കയറി എന്നോട് കമന്റ് ചോദിക്കല്ലേ. നിങ്ങൾ എന്നോട് കമന്റ് ചോദിക്കല്ലേ. എനിക്കറിയില്ല എനിക്കതൊന്നും അറിയില്ല. എനിക്ക് ഒറ്റ കാര്യം, UDF എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും പറയാൻ മാത്രമേ ഉള്ളൂ. അത് VD സതീശന്റെ അഭിപ്രായമാണെന്നും പറഞ്ഞുകൊണ്ട് വേറെ തരത്തിൽ ബഹളമുണ്ട്. ഇത് VD സതീശന്റെ അഭിപ്രായമല്ല, ഇത് UDFന്റെ അഭിപ്രായം. UDF ചെയർമാൻ എന്ന നിലയിൽ UDFന്റെ മുഴുവൻ കക്ഷികളുടെയും മുഴുവൻ കോൺഗ്രസിന്റെയും ഒറ്റ അഭിപ്രായമാണ്. അത് ഇത്രയില്ലാക്കൊക്കെ പറയാം. UDFന് ഏത് കാര്യത്തിൽ ഐക്യമില്ലാത്തത്? നിങ്ങൾ എന്തായി പറയണത്? UDF ആരാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്? ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വെറുതെ ഇല്ലാ കഥ ഉണ്ടാക്കില്ലേ. UDFിലോ കോൺഗ്രസിലോ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവരെല്ലാവരും ചേർന്ന് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഞാനാണ് എളിമയുള്ള രണ്ട് വാചകങ്ങൾ പറഞ്ഞ് ഈ കാര്യത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു. എന്നിട്ട് പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചു? നിങ്ങൾ വെറുതെ, ഞാൻ ഈ 2 സെന്റൻസിന്റെ അപ്പുറത്തേക്ക് അത്രേ എനിക്ക് അവകാശമുള്ളൂ. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ 2 വാചകം മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. ഞാൻ അറിയില്ല, പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും പറഞ്ഞതിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോവാതെ ഭയങ്കര അച്ചടക്കത്തോട്ട് പോകുന്ന ഒരാളല്ലേ. ഈ 2 സെന്റൻസ് പറയാൻ മാത്രമുള്ള അനുവാദം എനിക്കുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ വല്ലതും പറഞ്ഞ എന്ത്? നാളെ പത്രിക സമർപ്പിച്ച് ഇനി എത്ര ദിവസമുണ്ട് ഇലക്ഷന്? പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒന്നല്ല നാളെ, അല്ലേ? നാളെ പത്രിക നമ്മൾ സമർപ്പിക്കും. കാരണം ഇത് ഞങ്ങളുടെ ഒരു റൗണ്ട് കഴിഞ്ഞു വർക്ക്, മനസ്സിലായില്ലേ? നാളെ ഞങ്ങളുടെ സ്ക്വാഡ് ഇറങ്ങുകയാണ്, ഫസ്റ്റ് സ്ക്വാഡ് ഇറങ്ങാണ്. LDFന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് സ്ക്വാഡ് തീരും. നാളെ മറ്റന്നാളിട്ട് ഇതെന്തായി ഇത് ക്ലിയർ അല്ലേ നമ്മൾ പറഞ്ഞതില്? ആ 2 വാചകം എന്നിട്ട് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ്. അത് കേട്ടില്ലെന്ന് ആ വാചകം ഇപ്പൊ എല്ലാവർക്കും അറിയാം. കുട്ടികളൊക്കെ എന്നോട് പറയുന്നുണ്ട് ആ വാചകം, സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ. നിങ്ങൾ വന്ന് എപ്പോഴും ചോദിക്കും, ഞാൻ എപ്പോഴും പറയും. ഞാൻ പണ്ടും ഒരു വാചകം പറഞ്ഞു, അപ്പൊ നിങ്ങളാരും ഗൗരവത്തിലെടുത്തിട്ടില്ല. ഞാൻ പറയും, അദ്ദേഹത്തിന് നേരെ UDF വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളത് ഗൗരവമായിട്ട് എടുത്തില്ല. ഇപ്പൊ മനസ്സിലായില്ല അതെന്താണെന്ന്. ഇപ്പൊ എന്തിനും ഒരുപാട് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അധിക്ഷേപിക്കുക. സാധാരണഗതിയിലുണ്ട്. ഇപ്പൊ LDFന്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ആളെ പറ്റി നമ്മൾ കുറെ പറയും. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വല്ലതും പറഞ്ഞു LDFന്റെ സ്ഥാനാർത്ഥിയെ പറ്റി? എന്റെ സുഹൃത്താണ് അസംബ്ലിയിൽ നേരത്തെ ഉണ്ടായിരുന്നത്, MLA. നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. CPM ആണെങ്കിൽ എന്തൊക്കെ പറയും, എന്തൊക്കെ മോശമായിട്ട് പറയും. ഞങ്ങള് ആ സ്ഥാനാർത്ഥിയെ പറ്റി വല്ലതും, ഞങ്ങളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു മത്സരം, ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അവിടെ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായ മത്സരമാണ്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന കാര്യമൊക്കെ എല്ലാവരെയും അറിയിക്കുക. അവർ പറയണ, നിങ്ങൾ ഈ സർക്കാരിൻ്റെ സാധനമൊക്കെ എത്തിച്ചല്ല വാർഷികത്തിൽ, അതുപോലെ ഞങ്ങൾ പറയണത് നിങ്ങളിന്ന് എല്ലാവരും എത്തിക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് നിലമ്പൂർ മാത്രമല്ല, നിലമ്പൂർ ഞങ്ങൾ പറഞ്ഞു